എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെലവാക്കിയ പണമെല്ലാം തിരിച്ച് ബാലേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ട്ടോ വൈജയന്തിനോട്. അപ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുക്കണോ നീ ഇട്ട് കൊടുക്കുമോ എന്ന് രാജീവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇട്ട് കൊടുത്തോളാന്ന് വൈജയന്തി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളോട് അത് ബാലേന്ദ്രൻ ചോദിക്കാനിട വരുത്തരുതെന്നും കൂടെ ശിവൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയും. വൈജയന്തിക്ക് ഒറ്റ വാക്കിയുള്ളൂ, പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനിയും മനസ്സമാധാനത്തോടു കൂടി ആ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊരു ഉദ്ദേശം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഉദ്ദേശമില്ല, അലീനേനെ അവിടെ നിന്ന് പറഞ്ഞയക്കാതെ തിരികെ പോവില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഏതോ ഒരുത്തിയിലുണ്ടായ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്ന് മകളാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. നാണുണ്ടോ അങ്ങേർക്ക് എന്നൊക്കെ പറയുമ്പോൾ, നീ ഇങ്ങനെ ഞങ്ങളോടാണ് ഇത് പറയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം, നീ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാമെന്ന് നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെ എൻ്റെ മകളാണെന്നും മകനാണെന്നും പറഞ്ഞ് ആരെയും എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തെറ്റ് പറ്റി, അത് അവിടെ കഴിഞ്ഞു. അല്ലാതെ ഇങ്ങനെ മകനും മകളുമാണെന്ന് പറഞ്ഞ് ഞാൻ ആരെയും അവിടെ കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അവളെ അവിടുന്ന് പറഞ്ഞു വിടണം എന്നാട്ടോ പറയുന്നത് അലീനേനെ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അയാൾ അവളെ പറഞ്ഞു വിട്ടോളും, പക്ഷേ അയാൾക്ക് കുറച്ച് സമയം കൊടുക്കണം, കല്യാണം കഴിപ്പിച്ച് വിടാനായിരിക്കും ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അലീന അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോയില്ല എന്ന് തന്നെയാണ് വൈജയന്തി പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരുടെ മുന്നിലും ഇങ്ങനെ തലകുനിച്ചും അങ്ങനെ ആരുടെ ആട്ടും തുപ്പും സഹിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, അതുപോലെ തന്നെ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ട്, അത് ഞാൻ ആരുടെ മുന്നിലും അടിയറവ് പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇനി ഇങ്ങനെ അമ്മയായാലും ആങ്ങളെയായാലും ഭർത്താവായാലും അങ്ങനെ തന്നെയാണെന്ന് പറയും. അപ്പോൾ രാജീവന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓ, അതേതായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ രാജീവൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ മറ്റന്നാളോ തിരിച്ചു പോകും, ഇങ്ങനെ ഇനിയിപ്പോൾ നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങളും ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയും, ഓ, ഇങ്ങനെ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുന്ന പെങ്ങളോട് ഇങ്ങനെ തന്നെ ചെയ്യണം ആങ്ങളമാരെന്ന് പറയുമ്പോൾ, നിനക്ക് എന്തിനാടി കയ്യും കാല് വായിൽ കിടക്കുന്ന നാവിനെ ധാരാളമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ശിവൻ പറയുന്നുണ്ട്, നിന്റെ മക്കളെ രണ്ടുപേരും കടപ്പാട്ടൊരു വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആര് കൊണ്ടുവിട്ടു എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ പറയും, ശിവൻ പറയും, ഞാനാണല്ലോ അവരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയത്, അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവിട്ടു എന്ന് പറയും കേട്ടോ. എന്തായാലും അവരൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. പിന്നീട് അലീന രാവിലെ കൃഷ്ണയ്ക്കും ബാലേന്ദ്രനുള്ള ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അലീന അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ പത്രം വായിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വായിക്കാൻ. അപ്പോൾ അലീനയാണെങ്കിലും രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഇന്നല്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും എന്നെ ഇങ്ങനെ ഇപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ഹോസ്പിറ്റലിൽ നിർത്തുകയൊന്നും ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ അത് രേവതിക്കുട്ടീനോട് പറയായിരുന്നു, ഞാനും അവളെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, നീ എന്നാ പോകുന്നതെന്ന് വെച്ചാൽ പോയിക്കോ, പോകുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, എന്നാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകാമെന്ന് പറയട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ സമ്മതിച്ച സന്തോഷത്തിൽ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചായ കുടിച്ചോ എന്നൊക്കെ. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല, ഇനി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. പിന്നീട് മനു ആണെങ്കിലും അലീനയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അലീനനെ ഒന്ന് വിളിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അലീനനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് മനു. അപ്പോൾ അലീനയോട് ചോദിക്കും, നീ എന്തെടുക്കായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതല്ല, അതിന് മുന്നേ എന്തെടുക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഓ, എൻ്റെ സ്ഥിരം പണി തന്നെ, അടുക്കളപ്പണി തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴും ഒരു മോചനം കിട്ടിയിട്ടില്ല അല്ലേ, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ട് എന്ന് പറയുമ്പോൾ, ആ, ഇടയ്ക്ക് മോചനം കിട്ടും, ആ സമയത്ത് ഞാനൊന്ന് ഓടിപ്പോയി കുളിക്കും, അല്ലെങ്കിൽ കൃഷ്ണനോടും അച്ഛനോടൊക്കെ സംസാരിക്കും, പിന്നെ ഫുഡ് കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അലീന ഓരോ കുസൃതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ രണ്ട് ചെവി എടുത്ത് ഇങ്ങനെ വട്ടം കറക്കിയേനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ മനുവേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് ഇങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്, കൊല്ലപ്പള്ളി കൈതിക്കൽ മാളിക വീട്ടിലുണ്ട്, എൻ്റെ ബെഡ്റൂമിലാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ മനുവേട്ടൻ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മര്യാദയ്ക്ക് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, ഇങ്ങനെ മാസത്തിലൊരിക്കൽ ആയിരുന്നു വീട്ടിൽ വന്നത്, ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ജോലിക്ക് വന്ന ശേഷം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഹോം സിക്നെസ് വരും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഏത് വീട്ടിലേക്ക് എന്നിങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത്, കടപ്പാട്ടൂർ വീട്ടിലേക്ക് എന്ന് പറയേ. അപ്പോൾ കടപ്പാട്ടൂർ വീടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനു പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനെയും കൂട്ടി കഴക്കൂട്ടത്ത് വന്ന് അവിടെ വന്നൊരു പെൺകൊച്ചിനെ കണ്ട ശേഷം എൻ്റെ ജീവിതം ആകെ അങ്ങ് മാറി മറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വടക്ക് നോക്കി യന്ത്രത്തിന് നിഴൽ പോലെയാണ്, എങ്ങനെ വന്നാലും അത് അവിടെ വന്നേ നിൽക്കുന്നുള്ളൂ എന്ന് പറയും കേട്ടോ. ഭൂമി ഇങ്ങനെ അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെ ഇപ്പോൾ കടപ്പാട്ടൂർ വീടിന് ചുറ്റുമാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മനു പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബബിത രോഹിതൊക്കെ ഇപ്പം നിന്നോട് എങ്ങനെയാണ്, അവർ പഴയ പോലെ തന്നെയാണ്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് അലീന പറയും, നാളെ കഴിഞ്ഞ് ഞാൻ മറ്റന്നാൾ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, എറണാകുളത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറയട്ടെ. അപ്പം മനു പറയുന്നുണ്ട്, അപ്പം ഞാനും പോകുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ
ഓഫീസിൽ പോകണമല്ലോ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അത് ശരിയാവുമോ മനുവേട്ടാ എന്ന് ചോദിക്കും കേട്ടോ. എന്താ ശരിയാവാത്തത്? നിനക്ക് ഇപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ട്, അതങ്ങ് മാറ്റി വെച്ചോണം, നീ ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അച്ഛൻ സമ്മതിക്കും, അച്ഛനോട് ചോദിച്ചിട്ട് വേണമെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിന് എന്തായാലും സമ്മതമായിരിക്കും, പോയിട്ട് വാ മക്കളെ എന്നേ പറയുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിലൊരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞ് മനു ഫോൺ വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നുണ്ട് മനു ആണെങ്കിലും. പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ വൃദ്ധസദനത്തിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അലീനയ്ക്ക് സാലറി കിട്ടി കാണും, അപ്പോൾ അതിൻ്റെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചു തരാനും കടക്കാരനോട് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോക്കാരനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ വരുന്ന സമയത്ത് ആ സാധനങ്ങളെല്ലാം അതിലേക്ക് കയറ്റി വയ്ക്കാനൊക്കെ ആ ഓട്ടോക്കാരനോടും സഹായിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ അതിൽ കൊണ്ടുപോകാനുള്ളതാണെന്ന് അറിയുമ്പോൾ തന്നെ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ടായിരുന്നു, ഇതിങ്ങനെ ആളുകളെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്, അല്ലാതെ ചരക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സ്നേഹക്കൂടാരം എന്ന് പറഞ്ഞിട്ടുള്ള വൃദ്ധസദനത്തിലേക്കാണല്ലോ സാധനങ്ങളെല്ലാം അലീന കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആ കടക്കാരനാണെങ്കിലും ആ ഓട്ടോക്കാരനോടും പറയുന്നുണ്ട് കേട്ടോ, ആ സാധനങ്ങളെല്ലാം ഒന്ന് അതിലേക്ക് വണ്ടിയിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാൻ സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടുന്ന് സ്നേഹകൂടാരത്തിലേക്ക് എത്ര രൂപയാവും എന്നൊക്കെ, ചാർജ് എത്രയാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ 250 രൂപയാവും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. സാധനങ്ങളെല്ലാം അതിലേക്ക് കയറ്റി വെച്ച ശേഷമാണ് കേട്ടോ അലീന ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, ഇത് ലോഡ് കൂടുതലുമാണ്, അപ്പോൾ അത്രയും രൂപയാവും എന്ന് പറയുമ്പോൾ കുറച്ച് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ 10 രൂപ കുറയ്ക്കില്ല എന്നാണ് കേട്ടോ അയാൾ പറയുന്നത്. എന്തായാലും പിന്നീട് സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് പോയില്ലേ, ഇനി നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഓട്ടോയിൽ കയറിയ ശേഷം പിന്നീട് ആ ഓട്ടോക്കാരൻ്റെ പേര് ഷാജി എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ അത് പറയുന്നതെന്ന് പറയുമ്പോൾ, അല്ല ഞാൻ എന്നിട്ടും ഇങ്ങനെ എൻ്റെ കൂലി കൂട്ടി വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് അവർ പിന്നെ അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണയും ബാലേന്ദ്രനും കൂടെ വൈജയന്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്കിന്ന് സ്കൂളില്ലേ, ട്യൂഷൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷന് പോയിട്ടില്ല, അച്ഛൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി കൃഷ്ണനോട് ചോദിക്കും, ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ വീട്ടിലൊരുത്തിയുണ്ടല്ലോ, അവളങ്ങ് കണ്ടാൽ പോരായിരുന്നു എന്ന്. അപ്പോൾ അവളെ കണ്ട് മടുത്തു, അപ്പോൾ ഇവിടെ വന്ന് ഇത് കാണുന്നത് രസം എന്ന് പറയും കേട്ടോ. ആ കണ്ടങ്ങ് രസിക്കടി എല്ലാവരും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ അവസ്ഥയിലാക്കിയവരും ഒക്കെ എല്ലാവരും അങ്ങ് കണ്ട് രസിക്കുകയെന്ന് പറയും. അപ്പോൾ അമ്മ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നിങ്ങനെ കൃഷ്ണയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും വൈജയനോട് പറയുന്നുണ്ടായിരുന്നു, നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്, ഒരു ഹോം നേഴ്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഏത് ഹോം നേഴ്സ് എന്ന്. അപ്പോൾ തൽക്കാലം അലീനനെ വെക്കാമെന്ന് പറയുമ്പോൾ തന്നെ വൈജയന്തിക്ക് പറ്റുന്നില്ല കേട്ടോ. എനിക്കാരെയും ഇങ്ങനെ ഹോം നേഴ്സായിട്ട് വേണ്ട, എനിക്ക് ഹോം നേഴ്സിനെ വെക്കാൻ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. അപ്പോൾ വൈജയന്തി പറയും, എൻ്റെ ആങ്ങളമാരെ കുറച്ച് ഇങ്ങനെ ബില്ലുകൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലുള്ള പണം എത്രയാണെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയെടുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാനിത് തിരിച്ച് നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ പണം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ, എന്തായാലും ഞാൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ്റെ വീട്ടിലേക്ക് ഇനി വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇവിടുന്ന് നേരെ പോകുന്നത് ഫാമിലി കോർട്ടിലേക്കാണ് എന്ന് പറയും കേട്ടോ. ഓ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അതങ്ങ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാസ്സാവുമോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട് ആ ചെക്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ കൊടുത്തു നോക്ക്, അപ്പോൾ അറിയാലോ പാസ്സാവുമോ ഇല്ലേ എന്നുള്ളതെന്ന് പറയുമ്പോൾ പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എൻ്റെ ആളുകളാണ് നിനക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ടുള്ളത്, അപ്പോൾ സുനന്ദയ്ക്കും സുലോചനയ്ക്കും 25,000 രൂപ വെച്ച് കൊടുത്തേക്ക് എന്ന് പറയും. ഗോവർദ്ധനും കൊടുത്തേക്ക്, അയാളാണല്ലോ ഇവിടെ കിടന്ന് ഓടിയെന്ന് പറയുമ്പോൾ എല്ലാവരുടെ കണക്കും ഞാൻ തീർത്തോളാം എന്ന് വൈജയന്തി പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കണക്ക് തീർക്കാൻ ഇനിയും നീ ഇങ്ങനെ 6 ജന്മം ജനിച്ചാൽ പോരാന്നൊക്കെയാട്ടോ പറയുന്നത്. എന്തായാലും പിന്നീട് ബാലേന്ദ്രൻ ഇത്രയൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് അങ്ങ് പോവേ. അത് കഴിഞ്ഞ് കൃഷ്ണയും ബാലേന്ദ്രൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, അലീനയും മനുവും കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എറണാകുളത്തിന് പോകുന്നത്. അതിൻ്റെ ഇടയിൽ അവരുടേതായിട്ടുള്ള കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അലീനയുടെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് മനു, എന്നിട്ട് കരിക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന വൃദ്ധസദനത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഐറ്റമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്